ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ബ്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. പെട്ടെന്ന് നോമ്പിനൊക്കെ നമുക്ക് തട്ടിക്കൂട്ടാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിൽ ഞാൻ ബ്രെഡും തേങ്ങയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബ്രെഡ് ഇതിൽ പൊടിച്ചിട്ടുള്ള വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ ഒരു 2-3 ബ്രെഡ് പീസാക്കിയിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അരമുറി തേങ്ങയാണ് കേട്ടോ. അരമുറിയിൽ കുറച്ച് കുറവുണ്ട്, തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. പഞ്ചസാര അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവണം കേട്ടോ ഈ ഒരു സ്നാക്കിന്, അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കി ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ പൊടിച്ചെടുത്ത ഈ ഒരു മിക്സ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി ഈ ഒരു ബൗളിലേക്ക് നമ്മൾ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ മുട്ടയും കൂടെ പൊട്ടിച്ച് ഒഴിച്ചതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മുട്ടയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് അത്യാവശ്യം നന്നായിട്ടൊന്ന് ലൂസായ പോലെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കുറച്ചും കൂടെ ബ്രെഡ് എടുത്തിട്ട് ഒരു 2-3 ബ്രെഡും കൂടെ എടുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. അങ്ങനെ ആ ഒരു ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുള്ള ആ ഒരു പൊടിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു മാവ് പരുവത്തിലാക്കിയെടുക്കുക കേട്ടോ. നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നമുക്കിങ്ങനെ കയ്യിലെടുത്തിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ അതൊക്കെ കൂട്ടി നന്നായിട്ടൊന്ന് കുഴച്ച് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമ്മളിങ്ങനെ ഉരുട്ടി കൊടുത്തിട്ട് ഒരു ബോൾ ഷേപ്പിലാക്കി എടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം. ഞാനൊരു ബോൾ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു നോമ്പിൻ്റെ സമയത്തൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അങ്ങനെ ഇത് മുഴുവനും ഇതുപോലെ റോളാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാനിത് മുഴുവനും ഇതുപോലെ ഉരുട്ടി റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് എണ്ണ നന്നായിട്ട് ചൂടായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നന്നായിട്ട് ചൂടായിട്ടുള്ള ഈ ഒരു എണ്ണയിലേക്ക് നമുക്ക് ഈ ഒരു ബോൾസുകൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സാധാരണ ബ്രെഡിൻ്റെ സ്നാക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് എണ്ണ കുടിക്കൽ കാണാറുണ്ട്. പക്ഷേ ഈ ഒരു സ്നാക്ക് ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്തൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് എന്തായാലും മറക്കാതെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലിട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് അപ്പുറവും ഇപ്പുറവും മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ഈസി ആയിട്ടുള്ള ബ്രെഡിൻ്റെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ മറ്റുള്ളവരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു ഉഷാറായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. പിന്നെ നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ, ബൈ.